ത്രിയേക ദൈവത്തിന് സ്തുതി. എല്ലാവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. വിശുദ്ധ ലൂക്കോസ് 14 അധ്യായം 15 മുതലുള്ളതായ തിരുവചനങ്ങളിൽ ഒരു വലിയ അത്താഴത്തിൻ്റെ ഉപമ വിവരിക്കുന്നുണ്ട്. അത്താഴത്തിന് ക്ഷണിക്കപ്പെട്ടവർ ഓരോരോ ഒഴിവുകൾ പറഞ്ഞ് പിന്മാറുകയാണ്. ഓരോരുത്തരും അവരുടേതായ ന്യായങ്ങൾ നിരത്തുകയാണ്. ഒന്നാമൻ പറഞ്ഞു, ഞാനൊരു നിലം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് പോയി അതൊന്ന് കാണണം, എനിക്ക് വരാനായിട്ട് സാധിക്കില്ല. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാൻ 5 ഏർക്കാളയെ വാങ്ങിയിട്ടുണ്ട്, അവയെ ഒന്ന് ശോധന ചെയ്യണം, അതുകൊണ്ട് എനിക്ക് വരാനായിട്ട് സാധിക്കില്ല. മൂന്നാമൻ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചിട്ടേയുള്ളൂ, എനിക്ക് വരാനായിട്ട് സാധിക്കുകയില്ല. ഓരോരുത്തരും അവരവരുടേതായ ഇഷ്ടങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ലഭിച്ചതായ ക്ഷണത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയാണ്. ദൈവമായ കർത്താവ് വലിയ അത്താഴമായ നിത്യ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് എന്നെയും നിങ്ങളെയും ഒക്കെ ക്ഷണിച്ചിട്ടുണ്ട്. ആ ക്ഷണത്തെ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ലൗകിക കാര്യങ്ങളിൽ മുഴുകിക്കൊണ്ട് ആത്മരക്ഷയെന്ന നിത്യസൗഭാഗ്യത്തെ നാം നഷ്ടപ്പെടുത്തുകയാണോ? യോഹന്നാൻ 14 അധ്യായം 2 തിരുവചനത്തിൽ, എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാനായിട്ട് പോകുന്നു എന്ന് കർത്താവ് പറയുന്നുണ്ട്. അതെ, കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഇനി ആ സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനായിട്ട് നാം ആണ് ഒരുങ്ങേണ്ടത്. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ല ഗുരു, നിത്യജീവൻ അവകാശിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് കർത്താവിനോട് ചോദിച്ചവനോട് കർത്താവ് പറഞ്ഞത് എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതെ, കൽപ്പനകൾ പാലിക്കുവാനും നന്മ ചെയ്ത് ജീവിക്കുവാനും നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ ക്ഷണം സ്വീകരിച്ച് ആ നിത്യജീവൻ്റെ അവകാശത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരുങ്ങുവാനായിട്ട് സാധിക്കട്ടെ. കർത്താവിനെ പിൻപറ്റുവാനായിട്ട് ഇടയാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.